ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട് ഇന്നത്തെ എപ്പിസോഡിലെ നിധിയാണെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് സുധീഷുമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ സുധീഷിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നിധി പോയപ്പോഴത്തേക്കും സുധീഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ വലിയ വിഷമമൊന്നും കാണിക്കാതെയൊക്കെ ഇരിക്കുന്ന ഇത് കണ്ടിട്ട് നിധിക്ക് ഒരു സങ്കടം പോലെയൊക്കെ തോന്നി. നിധി പിന്നെയും ചെന്ന് സുധീഷിൻ്റെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോവുകയാണ്, വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ സുധീഷ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഓക്കെ പോയിട്ട് വാ, വേറെ ഒന്നും വേണ്ട, പൈസയൊക്കെ വേണോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അങ്ങനെ അതൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിധി പോവുകയാണ്. അതിനുശേഷം നിധി ഹൗസ് ഓണറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഹൗസ് ഓണർ ആണെങ്കിൽ നിധിക്ക് അഡ്വാൻസിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് നിധിക്ക് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, സാർ എന്താ സാർ പ്രശ്നമെന്നൊക്കെ. അപ്പം ആൾ പറയുന്നുണ്ട്, അത് എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല, ഒറ്റയ്ക്കൊരു പെൺകുട്ടി താമസിക്കേണ്ട എന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നിധി പറയുന്നുണ്ട്, അഡ്വാൻസ് പൈസയൊക്കെ വാങ്ങിച്ചതല്ലേ, പ്ലീസ് സാർ ഇങ്ങനെ പറയില്ലേ എന്നൊക്കെ. പക്ഷേ ആൾ ഹൗസ് ഓണർ കേൾക്കുന്നില്ല. അങ്ങനെ നിധി വിഷമിച്ച് സങ്കടത്തോടെ തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് നമ്മുടെ സുധീഷ് ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ഓർക്കുകയാണ്, അന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പർ കണ്ടായിരുന്നല്ലോ നമ്മുടെ സുധീഷ്. ആ ന്യൂസ് പേപ്പർ ചുരുട്ടി കളഞ്ഞ സമയത്ത് തന്നെ സുധീഷ് അത് നോട്ട് ചെയ്തായിരുന്നു. അതായത് അതിനകത്ത് വീട് വാടകയ്ക്ക് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സുധീഷ് അവിടെ ചെന്നിട്ട് ആളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഭർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആളടുത്ത്. അപ്പോൾ ഹൗസ് ഓണർ പറയുന്നുണ്ട്, അത് ഗൾഫിലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ തകർക്കാൻ നോക്കരുത്, നിങ്ങളാണ് ആ കുട്ടിയുടെ ഭർത്താവെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ഓണർ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്. സുധീഷ് ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, ഞാനിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ശരി നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തോളൂ, ഒരു പെറ്റി കേസല്ലേ അത്, എനിക്ക് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല, പക്ഷെ നിങ്ങളുടെ ഈ കൈ രണ്ടും കാണത്തില്ല എന്ന്. അപ്പോൾ ഹൗസ് ഓണർ പേടിച്ചു പോകണം കേട്ടോ. ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അവളുടെ ഭർത്താവാണ് ഇവിടെ വന്ന് ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഇവിടെ പലതും നടക്കുന്നു. അപ്പോൾ ഓണർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല, ഞാൻ വീടില്ല എന്ന് പറഞ്ഞോളാന്ന്. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നടന്നു വരുന്ന നിധിയാണ് കാണിക്കുന്നത്. നിധി ഭയങ്കര സങ്കടത്തോടും വിഷമത്തോടൊക്കെ നടന്നു വരികയാണ്. സുധീഷ് ഇതേ സമയത്ത് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. സുധീഷ് നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ തിരിച്ചു വരുന്നേ, ആ വീട്ടിൽ ആളില്ലേ, അതെന്തെങ്കിലും സാധനം മറന്നു വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറഞ്ഞു, അതൊന്നും അല്ല, ഇയാളെന്താ പോകാതിരുന്നേന്ന്. അപ്പം സുധീഷ് പറഞ്ഞു, അത് ഞാനൊരു ഫോൺ കോൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ് പോകാൻ ലേറ്റായതെന്ന് പറഞ്ഞു. അപ്പം നിധി പറയുന്നുണ്ട്, അത് ഹൗസ് ഓണർ വീട് തരത്തില്ല എന്നാണ് പറയുന്നത്, ഇപ്പം എന്താ അയാൾ അങ്ങനെ പറയുന്നത്. സുധീഷിൻ്റെ രീതിയൊക്കെ കണ്ടിട്ട് നമ്മുടെ നിധിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്, നിങ്ങൾ വല്ല ഒപ്പിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ട്, കാരണം നിങ്ങൾ രാവിലെ തൊട്ട് നിങ്ങളുടെ ഇത് ശരിയല്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെന്താ എനിക്ക് സന്തോഷമായിട്ട്, സങ്കടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ഇയാൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, ഇത് ഇയാളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ, പോകാം, ഓണറുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പം നിധി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഭർത്താവ് നാട്ടിലല്ല വിദേശത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല, തെറ്റിദ്ധാരണ എന്തായാലും മാറ്റിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ താൻ വിചാരിക്കും ഞാനാണെന്ന്. അങ്ങനെ സുധീഷ് നിധിയായിട്ട് ഓണറിൻ്റെ അടുത്തോട്ട് പോയി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണറിനെ വരട്ടുന്നുണ്ട്. സുധീഷ് കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓണറിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, അല്ല, താനല്ല പറഞ്ഞത്, താൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ. അങ്ങനെ നിധിയും സുധീഷും തിരിച്ചു പോവുകയാണ് കേട്ടോ. സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയടുത്ത്, എന്തിനാ താൻ ഭർത്താവ് ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ നിധി പറയുന്നു, ആ സാഹചര്യം കൊണ്ടിട്ട് പറഞ്ഞതാ. സുധീഷ് പറയുന്നു, തനിക്ക് ഇതിനൊക്കെ കള്ളത്തരം പറയാം അല്ലേ, ഇതേപോലെ തന്നെയാണ് ഞാനും കള്ളത്തരം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം നിധി പറയുന്നുണ്ട്, ഇത് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അപ്പം സുധീഷ് പറയുന്നുണ്ട്, എല്ലാ കള്ളത്തരങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാം ഒരുപോലെ തന്നെയാണെന്നൊക്കെ നിധിയെടുത്ത് പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഈ നുണയിൽ നല്ല നുണ ചീത്ത നുണ അങ്ങനെയൊന്നുമില്ല. അപ്പം നിധി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവുമില്ലാതെ വെറുതെ നുണ പറയുന്നതാ, ഞാൻ പക്ഷെ അങ്ങനെയല്ല, വീട് നോക്കാൻ പോയപ്പോൾ കഴുത്തിൽ താലിച്ചയും കണ്ടിട്ട് അയാൾ അങ്ങനെയാ കല്യാണം കഴിച്ചതാണെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി പറയാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് തന്നെയല്ലേ ഞാനും ചെയ്തത്, ഒരു പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വായി വന്നത് പറഞ്ഞു. അപ്പം നിധി പറയുന്നുണ്ട്, കൂടുതൽ പറഞ്ഞാൽ എനിക്കും പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട, ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അത് വിട്ടേക്കെന്ന് പറയുന്നു. എന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട് നിധിയെടുത്ത്, ഇനി എന്താ പ്ലാൻ, എന്ത് ചെയ്യാനാണ്. അപ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പം നിധി പറയുന്നുണ്ട്, വേണ്ട, ഞാനിവിടെ യാത്ര പറഞ്ഞിറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഞാനെങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, താൻ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ നിധി മടിച്ച് നിൽക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.